ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ LDFന്റെ ജാഥയുടെ ബോർഡ് വെച്ചത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവാവെന്ന് പോലീസ്. പള്ളിയിലെ CCTV പരിശോധിച്ചതിൽ നിന്നാണ് ഇത് വ്യക്തമായത്. ഇന്നലെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മേൽ LDF ജാഥയുടെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പിന്നിൽ LDF പ്രവർത്തകരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തന്റെ ചിത്രമുള്ള പോസ്റ്റർ ഉപയോഗിച്ചത് ദുഃഖകരമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ഒരു വേദന ഉണ്ടാക്കുന്ന കാരണം അത്രയും അതുപോലുള്ള ആരാണെങ്കിലും അന്തരിച്ചതിന് ശേഷം അത്രയും അപമാനിക്കുന്ന രീതിയിൽ ഒരു ആക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് കരുതുകയാണ്. ഏതൊക്കെയാലും ഞാൻ ആദ്യമേ വിളിച്ചത് ചാണ്ടി ഉമ്മനെ തന്നെ ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ചു. അപ്പം പറഞ്ഞു അത് വേറെ ആരോ മിസ്ഗൈഡൻസ് ചെയ്തതാണ്, ഒരു കുഴപ്പമില്ല, എനിക്കറിയാം എന്ന് പറഞ്ഞു. അതിനകത്ത് പൊളിറ്റിക്കലൈസ് ചെയ്ത് പൊളിറ്റിക്കയിലുണ്ടോ എന്ന് നോക്കരുത്. തീർച്ചയായിട്ടും ഞാനത് ആരാണെങ്കിലും കർശനമായ നടപടിയെടുക്കണം. മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ UDF ആണെന്ന് CPIM ആരോപിക്കുന്നു. UDFന്റേത് വില കുറഞ്ഞ തന്ത്രമാണെന്നും CPIM ജില്ലാ സെക്രട്ടറി. അഖിലെന്ന് പറയുന്നയാൾ പുതുപ്പള്ളിയിലുള്ള ആളാണ്. കോൺഗ്രസ് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും DCC പ്രസിഡന്റിനെയും കോൺഗ്രസ് നേതാക്കന്മാരെയും വെല്ലുവിളിക്കുന്നു. അഖിൽ ആരാണ്? അഖിലും CPIM-ഉമായിട്ടുള്ള ബന്ധം എന്താണ്? ഞങ്ങൾ എന്തിനാണ് ഈ പോസ്റ്റർ ഒരു ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ശവക്കല്ലറയിൽ കൊണ്ടുവെക്കുന്നത്? എന്ത് നേട്ടം ഞങ്ങൾക്കുണ്ടാവും? ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ മുതലെടുപ്പിന് വേണ്ടിയുള്ള UDFന്റെ വില കുറഞ്ഞ തന്ത്രമാണ്. ഇത് ആളുകൾ അത്ര ധാരണയില്ലാത്തവരൊന്നുമല്ല. അജിത് ബാബുവാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, എന്തായാലും ഈ ഒരു വിഷയം വലിയ തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചയായി മാറുന്നു എന്നുള്ളതാണ്. ആരാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഈ ഒരു പോസ്റ്റർ പതിപ്പിച്ചത് എന്നുള്ളത്. അതിൽ ജോസ് കെ മാണിയുടെ പ്രതികരണം നമ്മൾ കേട്ടു. അതിന് പിന്നാലെ CPIM-ന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം കൂടി കേട്ടു. CPIM-ന്റെ ഭാഗത്തു നിന്നുമുള്ളത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. കോൺഗ്രസ് തന്നെയാണ് ഇത് ചെയ്തത് എന്നാണ്. അപ്പോൾ ഇത് തുടർ വിവാദങ്ങൾ ഏത് രീതിയിലാകും? തുടർ ചർച്ചകൾ ഇനി എങ്ങനെയാകും മുന്നോട്ട് പോകുക? ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ തന്നെ കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് ഈ സംഭവത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്. LDF-ഉം ജോസ് കെ മാണിയും മാപ്പ് പറയണം, എന്തിനാണ് ഉമ്മൻചാണ്ടിയോട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തതെന്ന് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നാട്ടകം സുരേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ സംഭവം പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പ്രചരിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഇതിന് പിന്നാലെ തങ്ങൾക്കിതിലൊരു ബന്ധവുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അതിന് പിന്നാലെ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി ഇക്കാര്യത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസ് പരിശോധന നടത്തിയപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണ് ഇത് ചെയ്തതെന്ന് കൃത്യമായി കണ്ടെത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. മാത്രമല്ല ഈ പള്ളിയിലെ അച്ഛൻ്റെ ഉൾപ്പെടെ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ ഈ യുവാവ് തകർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് തന്നെ അവിടെ പിടിക്കുകയും അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തതാണ്. പിന്നീട് ഈ ചർച്ച ഉയർന്നു വന്നതിന് ശേഷം പോലീസ് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷവും കോൺഗ്രസ് ഈ വിഷയം വീണ്ടും രാഷ്ട്രീയമായി ഉന്നയിച്ചതോടു കൂടിയാണ് ഇതിൻ്റെ ഒരു ഇത്തരത്തിൽ ഡൈമെൻഷൻ മാറിയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് മരിച്ചിട്ടും ഉമ്മൻചാണ്ടിയെ എന്തിനാണ് വേട്ടയാടുന്നതെന്ന ചോദ്യമാണ് തിരുവഞ്ചൂർ ഇതിന് പിന്നാലെയും ചോദിച്ചത്. അതുകൊണ്ടാണ് അതിന് പിന്നാലെ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇക്കാര്യത്തിൽ ഇതിന് പിന്നിൽ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ UDF ആയിരിക്കുമെന്നും വില കുറഞ്ഞ രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും ഇത്തരം കാര്യങ്ങളെ പോലും ആരോപണമായി ഉന്നയിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നും അങ്ങനെ LDF-ന്റെ പോസ്റ്റർ അവിടെ കൊണ്ടുവച്ചിട്ട് LDF-ന് എന്ത് പ്രയോജനമാണുള്ളത്? ഉമ്മൻചാണ്ടിയോട് അത്തരത്തിൽ ബഹുമാനമില്ലാത്ത ആളുകളല്ല തങ്ങൾ ഇത്തരം പ്രവൃത്തി ചെയ്തത് ആരാണെന്ന് മനസ്സിലായിട്ടും പിന്നീട് തിരുവഞ്ചൂർ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് അത് നിലവാരമില്ലാത്ത രാഷ്ട്രീയമാണെന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ പറഞ്ഞു വെക്കുന്ന സാഹചര്യമുണ്ടായി. ജോസ് കെ മാണിയും ഇത്തരത്തിൽ കാര്യത്തിൽ ചാണ്ടി ഉമ്മനെ തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഏതാണെങ്കിലും ഈ സംഭവത്തിൽ പോലീസ് ഇക്കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷവും കോൺഗ്രസ് ഇത് രാഷ്ട്രീയമായി ഉന്നയിച്ചതോടുകൂടിയാണ് ഇപ്പോൾ CPIM-ഉം LDF-ഉം ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി നേരത്തെ തന്നെ നമുക്കറിയാം ഇക്കാര്യത്തിൽ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റിയാണ് പരാതി നൽകിയത്. ആ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങൾ കണ്ടെത്തിയത്. ഏതാണെങ്കിലും ഈ വിവാദം രാഷ്ട്രീയമായി തന്നെ കത്തുകയാണ്. ഇതിൽ സ്വാഭാവികമായി നമുക്കറിയാം അതൊരു വൈകാരികമായ പ്രശ്നം കൂടിയാണ്. അവിടെ അത്തരത്തിൽ ആ പ്രശ്നം രാഷ്ട്രീയമായി UDF ഉന്നയിക്കുമ്പോൾ അതിനെ ഇത്തരത്തിൽ പ്രതിരോധിക്കാനാണ് CPIM-ന്റെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇക്കാര്യത്തിൽ പരാതി നൽകുകയും പിന്നീട് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ പ്രതികരിക്കുകയും അതിന് പിന്നാലെ ജോസ് കെ മാണി തന്നെ ഫോണിൽ ചാണ്ടി ഉമ്മനെ തന്നെ ബന്ധപ്പെടുകയും ചെയ്യുന്ന സ്ഥിതി ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത്. ഏതാണെങ്കിലും ഈ ആരോപണം ഇന്നലെ മുതൽ ഉണ്ടായ ആരോപണം വലിയ തരത്തിൽ കത്തിക്കയറുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. വിവരങ്ങളാണ് അജിത് ബാബു നൽകിയത്.